ഹരി ഓം. ദശകം 68, ശ്ലോകം 8. അയി കുമാരികാ നൈവ ശങ്ക്യതാം കഠിനതാമയീ പ്രേമകാതരേ മയി തു ചേതസോ വോനുവൃത്തയേ കൃതമിദം മയേത്യൂജിവാൻ ഭവാൻ. അയി കുമാരിക ന ഏവ ശങ്ക്യതാം ന ഏവ നൈവ ശങ്ക്യതാം കഠിനതാ മയി പ്രേമ കാതരേ മയി തു ചേതസഃ ചേതസോ വ അനുവൃത്തയേ വഹ അനുവൃത്തയേ വോനുവൃത്തയേ മയി തു ചേതസോ വോനുവൃത്തയേ മയി തു ചേതസഃ വഹ അനുവൃത്തയേ മയി തു ചേതസോ വോനുവൃത്തയേ കൃതമിദം മയാ ഇതി ഊജിവാൻ മയേത്യൂജിവാൻ മയാ ഇതി ഊജിവാൻ മയേത്യൂജിവാൻ ഭവാൻ കൃതമിദം മയേത്യൂജിവാൻ ഭവാൻ. അയി കുമാരികാ നൈവ ശങ്ക്യതാം കഠിനതാമയീ പ്രേമകാതരേ മയി തു ചേതസോ വോനുവൃത്തയേ കൃതമിദം മയേത്യൂജിവാൻ ഭവാൻ. ശ്ലോകം 8 അന്വയവും അർത്ഥവും. ഗോപിമാരുടെ പരിഭവമൊക്കെ കേട്ടിട്ട് ഭഗവാൻ അവരെ സമാധാനിപ്പിക്കുകയാണ്. അയി കുമാരികാഹ പ്രേമകാതരേ മയി കഠിനത ന ഏവ ശങ്ക്യതാം മയി തു വഹ ചേതസഃ അനുവൃത്തയേ മയാ ഇദം കൃതം ഇതി ഭവാൻ ഊചിവാൻ. അയി കുമാരികാഹ അല്ലയോ കുമാരിമാരേ, അല്ലയോ ഗോപിമാരേ, പ്രേമകാതരേ മയി പ്രേമകാതരേ നിങ്ങൾക്ക് എന്നിലുള്ള പ്രേമത്തിന് ഭംഗം വന്നാലോ എന്ന് ഭയപ്പെടുന്ന മയി എന്നിൽ കഠിനത ന ഏവ ശങ്ക്യതാം നിർദ്ദയത്വം നിങ്ങൾ ഒട്ടും ശങ്കിക്കരുതേ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് എന്നിലുള്ള പ്രേമത്തിന് ഭംഗം വന്നാലോ എന്ന് ഭയപ്പെടുന്ന എന്നിൽ നിർദ്ദയത്വം നിങ്ങളൊട്ടും ശങ്കിക്കരുതേ. മയി തു വഹ ചേതസഃ അനുവൃത്തയേ മയി തു വഹ ചേതസഃ അനുവൃത്തയേ എന്നിൽ തന്നെ നിങ്ങളുടെ മനസ്സിന് ഇടമുറിയാത്ത പ്രേമബന്ധം നിലനിർത്തുവാൻ വേണ്ടിയാണ് മയാ ഇദം കൃതം ഞാൻ ഇത് ചെയ്തത്. എന്നുവെച്ചാൽ ഞാൻ മറഞ്ഞത്, ഞാൻ നിങ്ങളോട് പരിത്യാഗം ചെയ്തത്. മയാ ഇദം കൃതം ഇങ്ങനെ ചെയ്തത് അതിനു വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്നിൽ തന്നെ ആ നിങ്ങളുടെ മനസ്സിന് ഇടമുറിയാത്ത പ്രേമബന്ധം നിലനിർത്തുവാൻ വേണ്ടിയാണ്. ഇതി ഭവാൻ ഊജിവാൻ എന്നിങ്ങനെ നിന്തിരുവടി അരുളി ചെയ്തു. അല്ലയോ കുമാരിമാരെ, നിങ്ങൾക്ക് എന്നോടുള്ള പ്രണയം കുറഞ്ഞെങ്കിലോ എന്ന് ഭയപ്പെടുന്ന എന്നിൽ നിങ്ങൾ നിർദ്ദയത്വം ശങ്കിക്കരുതേ. എന്നിൽ തന്നെ നിങ്ങളുടെ പ്രേമത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്ക് അപ്രത്യക്ഷനായത് എന്നിങ്ങനെ ഭഗവാൻ ആ വ്രജസുന്ദരിമാരോട് അരുളി ചെയ്തു. അയി കുമാരികാ നൈവ ശങ്ക്യതാം കഠിനതാമയീ പ്രേമകാതരേ മയി തു ചേതസോ വോനുവൃത്തയേ കൃതമിദം മയേത്യൂജിവാൻ ഭവാൻ.